ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നല്ല ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി. നല്ല കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ പോയതിന് ശേഷം 1 കിലോ ബീഫാണ് നമ്മൾ ഇറച്ചിച്ചോറിന് വേണ്ടി എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയുള്ള പീസൊക്കെ ആണെങ്കിൽ അത്രയും നല്ലത്. അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. വെള്ളമൊക്കെ പോയതിന് ശേഷമാണ് നമ്മൾ ഈ പൊടികളൊക്കെ ചേർക്കുന്നത് കേട്ടോ. ഈ പൊടികൾ ചേർത്തിട്ട് ഒരു 1 hour എങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലും മസാലയൊക്കെ നന്നായി പിടിച്ച് സെറ്റ് ആവുള്ളൂ. അതിന് ശേഷം നമ്മൾ 2 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർക്കുക. ഗരം മസാലയൊക്കെ നല്ല ഫ്ലേവർ തരുന്നതാണ്, അറിയാമല്ലോ. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ചുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ നമ്മൾ മുളക് പൊടി ചേർക്കണില്ല. ഇതിൽ ചേർക്കണില്ല. ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിന് വേണ്ടിയുള്ള മസാല നമ്മൾ പ്രഷർ കുക്കറിലാണ് പ്രിപ്പയർ ചെയ്യണത്. അതിന് വേണ്ടി നമ്മൾ 2 ടേബിൾ സ്പൂൺ ഗീ ആക്കുന്നുണ്ട്. ഇനി വേണ്ടവർക്ക് ഓയിലും ചേർക്കുക. പക്ഷേ ഗീ ആണ് ഒന്നുകൂടി ടേസ്റ്റും ഫ്ലേവറൊക്കെ തരുന്നത്. ഗീയൊക്കെ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച ഒരു 3 സവാള നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് അതിലേക്ക് ഇടുക. 3 സവാള അരിഞ്ഞ് വെച്ച് ഫുൾ ഇടരുത്, കുറച്ചായി മാറ്റി വെക്കണം. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. നന്നായിട്ട് വേവണ്ട, ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. സവാള ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും ചതച്ചത് അതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നാൽ ആ ഉള്ളിലേക്ക് ഇടുന്ന നന്നായിട്ട് വെന്ത് വരുള്ളൂ. നമ്മൾ ഈ ചതച്ച് വെച്ച സാധനം കുറച്ച് എടുത്ത് വെക്കും വേണം. നമ്മൾ റൈസ് കുക്ക് ചെയ്യുമ്പോൾ അതൊക്കെ ആഡ് ചെയ്യേണ്ടി, സവാള ആയാലും ഈ പേസ്റ്റ് ആയാലും. അടുത്തായിട്ട് നമ്മൾ 3 തക്കാളി അരിഞ്ഞത് അതൊക്കെ ആഡ് ചെയ്യാണ്. ഇതൊന്നും എല്ലാം നന്നായിട്ട് കുക്ക് ചെയ്യുന്ന വേണം. ജസ്റ്റ് ഒന്ന് കുക്കായി കെട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിക്ക് ബീഫ് ചേർക്കാം. ഇപ്പം നമ്മൾ വെള്ളം ചേർക്കണില്ല. വെള്ളം ചേർക്കും. ബീഫൊക്കെ ഇട്ടതിന് ശേഷം 1 ഗ്ലാസ് നമ്മൾ വെള്ളം ചേർക്കേണ്ട. അതിന് വെച്ചാൽ നമുക്കതിൻ്റെ ബ്രോത്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നാലും നമുക്ക് റൈസ് കുക്ക് ചെയ്യുമ്പോൾ ആ വെള്ളം വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടി റൈസ് നന്നായിട്ട് സോഫ്റ്റ് ആവും. ഇനി നമ്മൾ ബീഫ് ആഡ് ചെയ്യാണ്. നമ്മൾ മസാലയൊക്കെ ആക്കി വെച്ച് ബീഫ് ആഡ് ചെയ്യാണ്. നന്നായിട്ട് അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് നമ്മൾ മല്ലിച്ചപ്പും പുതിനയും കറിവേപ്പിലയും എല്ലാം ഇട്ടിട്ട് ആ ബീഫ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നാരങ്ങ നീരും ഒരു 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് ബീഫ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ലാസ്റ്റായിട്ട് 1 ഗ്ലാസ് വെള്ളം കൂടി വയ്ക്കുക. ഇതിൽ വെള്ളം ഉണ്ടാവും, എന്നാൽ നമുക്ക് ഇതിന് ബ്രോത്ത് കിട്ടാൻ വേണ്ടിയാണ് 1 ഗ്ലാസ്സും കൂടി നമ്മൾ വെള്ളം ആഡ് ചെയ്യണത്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 വിസിൽ ഫുൾ സിമ്മിൽ നമ്മൾ അടുപ്പിച്ചെടുക്കുക. ബീഫാണ് ടൈമിൽ നമുക്ക് റൈസ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുക. സോക്ക് ചെയ്യാൻ ഒരു 1/2 hour സോക്ക് ചെയ്ത് വെച്ചിട്ട് നന്നായി കഴുകിയെടുക്കണതാണ്. കഴുകിയെടുത്ത് വെള്ളമൊക്കെ പോകാൻ വെക്കുക. ആ ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ ബീഫ് നന്നായിട്ട് വെന്ത് പാകത്തെ വേവൊക്കെ ആയിട്ടുണ്ട്. ബീഫൊക്കെ ഒന്ന് മാറ്റി വെച്ച് കുക്കറിൽ എത്രമാത്രം വെള്ളം ഉണ്ടെന്ന് നോക്കി അളന്ന് എടുത്ത് വെക്കുക. ഇത് 4 ഗ്ലാസ് വെള്ളമാണ് ഇപ്പം ഉള്ളത്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് റൈസും ബീഫും കൂടി ഒരുമിച്ച് കുക്ക് ചെയ്യാണ്. ആദ്യം കുറച്ച് നെയ്യ് ഒഴിക്കുക. അതിന് ശേഷം നമ്മൾ ഇവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തത്. വേണ്ടവർക്ക് ഇവിടെ സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്യുക. അതൊക്കെ ഡിപ്പെൻഡാണ്. ഓലിവ് ഓയിൽ, സൺഫ്ലവറൊക്കെ ഓയിൽ ഒഴിക്കുക. നമുക്ക് സ്പൈസസ് ആയിട്ട് പട്ടയും ഗ്രാമ്പും ബേ ലീഫും ഷാജീരകമാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഷാജീരകം ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം.
സവാള നമ്മൾ നേരത്തെ എടുത്ത് വെക്കാൻ നല്ല അതിന് വേണ്ടിയിരുന്നു. സവാള എടുത്ത് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതും ഇനി അടുത്തത് നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ച ബീഫിൻ്റെ സ്റ്റോക്കാണ് ഒഴിക്കുന്നത്. നമ്മൾ 4 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 ഗ്ലാസ് വെള്ളം കൂടി നമ്മൾ ഒഴിക്കണം. ടോട്ടൽ 8 ഗ്ലാസ് വെള്ളമാണ് ഇതിക്ക് ആവശ്യമുള്ളത്. 4 ഗ്ലാസ് ബീഫിൻ്റെ സ്റ്റോക്കും 4 ഗ്ലാസ് നമ്മൾ സാധാ വെള്ളവും. കുറച്ച് നാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ മല്ലിച്ചപ്പും പുതിനയും കറിവേപ്പിലിട്ട് നന്നായി തിളപ്പിക്കുക. നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ച അരി അതിലേക്ക് ഇടുകയാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. റൈസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫും കൂടെയൊക്കെ ആഡ് ചെയ്യുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉടഞ്ഞു പോയരുത്, ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 8 മിനിറ്റ് സിമ്മിലാക്കി വേവിച്ചെടുക്കുക. അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കണം. അങ്ങനെ നമ്മൾ ഇറച്ചിച്ചോറ് റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.